ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡോർ മാറ്റാണ് ചെയ്യുന്നത്. ഇപ്പം പഴയ ക്ലോത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ഷോർട്ട് ടോപ്പ് കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലെഗിൻസ് മാതിരി നമുക്ക് സ്ട്രെച്ചബിളായിട്ടുള്ള തുണിയാണിത്. ഇത് 1 ഇഞ്ച് വീതിയിൽ ആണ് ഞാൻ സ്ട്രിപ്പ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഫോൾഡായിട്ട് കിട്ടും. ഇത് ജോയിൻറ്റ് ചെയ്യുന്നത്, സ്ട്രിപ്പുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്നത് ഒരു 1/2 ഇഞ്ച് ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മടക്കിയിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് കൊടുക്കുക. വീണ്ടും അടുത്ത ജോയിൻറ്റ് ചെയ്യേണ്ടുന്ന സ്ട്രിപ്പിൻ്റെയും ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ജോയിൻറ്റ് ചെയ്യേണ്ടുന്ന സ്ട്രിപ്പ് ഇതേ രീതിയിൽ അടിഭാഗത്ത് വെക്കുക. അപ്പോൾ 2 കട്ട് വശം കൂടി ചേർത്ത് വെക്കണം. ചേർത്ത് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്യേണ്ടുന്ന സ്ട്രിപ്പിൻ്റെ എൻഡ് വശം മുകളിൽ കൂടി താഴേക്ക് വലിച്ച് ടൈറ്റ് ചെയ്താൽ മതിയാകും. ഇതേ രീതിയിലാണ് സ്ട്രിപ്പുകൾ ജോയിൻറ്റ് ചെയ്യുന്നത്. ശേഷം ബോൾ രൂപത്തിൽ ചുറ്റി വയ്ക്കുക. ഇത് 5 mm ഹൂക്കാണ്. ഇതുപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ സ്ട്രിപ്പ് ഇങ്ങനെ പിടിച്ചെടുക്കാൻ പാകത്തിന് ഉള്ള ഹൂക്കായിരിക്കണം. ഇത് 5.5 mm ആണ്. ഇത് 6 mm ആണ്. ഇതുപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇത് 8 mm ആണ്. ഇത് 2 ഇഞ്ച് 4 ഇഞ്ചൊക്കെ നമുക്ക് ഈ 8 mm ഹൂക്ക് ഉപയോഗിച്ച് ചെയ്യാം, നല്ല തിക്കായിട്ട്. ഡോർ മാറ്റിന് നമുക്ക് നല്ല തിക്നെസ് വേണമെങ്കിൽ 2 ഇഞ്ച് ഒക്കെ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഇപ്പം ഞാൻ 5.5 mm ഹൂക്കാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ യാണൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന മാതിരി നമുക്ക് ഒരു സർക്കിൾ ചെയ്യുക. അപ്പോൾ നമ്മൾക്കവിടെ ഒരു സർക്കിളായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടുന്നത്. 2 ചെയിൻ സ്റ്റിച്ച് കൂടി ചെയ്തതിന് ശേഷം ഇപ്പോൾ ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രിപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടി വെളിയിലത്തെ സ്ട്രിപ്പിനെ കൊണ്ടുവരിക. നമ്മൾ നൂലുപയോഗിച്ച് ക്രോഷ്യ ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഈ സർക്കിളിൽ നമുക്ക് 12 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടുന്നത്. പന്ത്രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ നമുക്ക് 12 ഡബിൾ ക്രോഷ്യയാണ് ഉള്ളത്. ശേഷം ഇത് ജോയിൻറ്റ് ചെയ്യുന്നത്, അപ്പോൾ അധികം ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടി ആ ചെറിയ സ്ട്രിപ്പിൻ്റെ ചെറിയ വശം പിടിച്ചൊന്ന് വലിച്ചു കൊടുക്കുമ്പോൾ നമുക്കത് ടൈറ്റായി കിട്ടും. ശേഷം ജോയിൻറ്റ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇതേ രീതിയിലാണ്. ഇപ്പം നമ്മൾ ക്രോഷ്യ ഒക്കെ ചെയ്യുമ്പോൾ സർക്കിൾ ചെയ്യുന്ന അതേമാതിരി തന്നെ നിങ്ങൾക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് വീണ്ടും സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെറിയ നീളം കുറഞ്ഞ സ്ട്രിപ്പിനെ അതിനോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതിയാകും. അപ്പോൾ നമ്മൾ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ വെളിയിലത്തെ സ്ട്രിപ്പിനെ കൊണ്ടുവന്ന് സിംഗിൾ ക്രോഷ്യ മാതിരി ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ചെയ്യുക, സെയിം സ്റ്റിച്ചിൽ തന്നെ. ഇനിയും ഇപ്പം നമുക്ക് 1 ഡബിൾ ക്രോഷ്യ ആയി കഴിഞ്ഞു. ഇനി വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്തു. അപ്പോൾ സെയിം സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ ആയി. നെക്സ്റ്റ് സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യയാണ്. ഇത് ചെയിനിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മൾ ഈ മാറ്റ് ഫിനിഷ് ആവുന്നത് വരെ നമുക്ക് ഇതേ രീതിയിലാണ് ചെയ്തു പോകുന്നത്. നമ്മൾ ചെയിനിൻ്റെ ഉള്ളിലാണ് ചെയ്യുന്നത്, ആ ഗ്യാപ്പിലല്ല. അപ്പോൾ നെക്സ്റ്റ് സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യയാണ്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് എല്ലാ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ വീതം. അപ്പോൾ
അപ്പോൾ ആ സ്ട്രിപ്പ് അതേപോലെ ചേർത്ത് വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതിയാകും. ഇതേപോലെ ആ ചെയിനിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ട് നമ്മൾക്ക് 12 ഡബിൾ ക്രോഷ്യ ആയിരുന്നു. സെക്കൻഡ് റൗണ്ട് വരുമ്പോൾ നമുക്ക് 24 ഡബിൾ ക്രോഷ്യയാണ് വരേണ്ടത്. അത് കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. 24. ഇപ്പം അവിടെയും കൂടി ഒരു ചെയിനും കൂടി കാലിയുണ്ട്, അതും കൂടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്യാം. നിങ്ങൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ആണിൻ്റെ ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ 3 ചെയിൻ സ്റ്റിച്ചിട്ട് സെക്കൻഡ് റൗണ്ട് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതേ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഹൂക്കിനെ ആ ഫസ്റ്റ് സ്റ്റിച്ചിൽ കൊണ്ടുവന്നിട്ട് ഈ ലൂപ്പിനെ നമ്മൾ വെളിയിൽ കൊണ്ടുപോയതിന് ശേഷം ടൈറ്റ് ചെയ്ത് കംപ്ലീറ്റായി സെക്കൻഡ് റൗണ്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്തു. നെക്സ്റ്റ് അതേ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ഹൂക്ക് കടത്തിയിട്ട് വെളിയിലത്തെ സ്ട്രിപ്പിനെ കൊണ്ടുവന്നിട്ട് സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ മാതിരി ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു സ്റ്റിച്ചും കൂടി ചെയ്യുക ചെയിൻ. അപ്പോൾ നമുക്ക് 1 ഡബിൾ ക്രോഷ്യ ആയി കഴിഞ്ഞു. അപ്പോൾ സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്തു. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ. അപ്പോൾ തേർഡ് റൗണ്ട് 2 1 2 1 അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത്. ടു 1 2 നെക്സ്റ്റ് 1 അങ്ങനെ തേർഡ് റൗണ്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് റൗണ്ട് 1 നെക്സ്റ്റ് റൗണ്ട് 2 2 1 2 1 അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ തേർഡ് റൗണ്ട് നമ്മൾക്ക് ഒരു ചെയിൻ സ്റ്റിച്ചിലും കൂടി ഇപ്പം 2 ഇട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 2 ഡബിൾ ക്രോഷ്യയിലാണ്. അപ്പം നമ്മൾ ചെയ്ത് നിർത്തിയിരിക്കുന്നത് 2 ആണ്. അപ്പം മിഡിലിൽ നമുക്കൊരു 1 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. അവിടെയും കൂടി 1 ചെയ്തിട്ട് നമുക്കിത് ജോയിൻറ്റ് ചെയ്യണം. ടു 1 2 1 അങ്ങനെയാണ്. അപ്പോൾ ആ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയുടെ സ്റ്റിച്ചിലാണ് നമ്മളിത് ജോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൂപ്പിനെ പിടിച്ച് വെളിയിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് വീണ്ടും അവിടെ തന്നെ നമ്മൾ സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഹൂക്ക് ആ സ്റ്റിച്ചിൽ തന്നെ കൊണ്ടുവന്നിട്ട് വെളിയിലത്തെ സ്ട്രിപ്പിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് 4th റൗണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് കളറ് വെച്ചാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത കളർ ജോയിൻറ്റ് ചെയ്യാം. അത് ഇതേപോലെ തന്നെ 1 ഇഞ്ച് വീതിയിലാണ് സ്ട്രിപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത കളർ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ചെറിയ അറ്റം ഇതിനോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതിയാകും. ആ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യുകയാണ്. എന്നിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി. അപ്പോൾ നമുക്ക് 1 ഡബിൾ ക്രോഷ്യ ആവും. അപ്പോൾ സെയിം സ്റ്റിച്ചിൽ തന്നെ 1 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ആകും. ഇപ്പോൾ 4th റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. 4th റൗണ്ട് 2 1 1 അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. ഇപ്പോൾ 2 ചെയ്തു. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 ആണ്. നമ്മളിത് ഒരുപാട് അങ്ങ് ടൈറ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മൾക്ക് ഇതങ്ങ് ഇടുങ്ങി വരും, നല്ല ഫ്ലാറ്റായി കിടക്കില്ല. ഇപ്പോൾ 2 1 നെക്സ്റ്റ് സ്റ്റിച്ചിലും 1 ആണ്. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 നെക്സ്റ്റ് സ്റ്റിച്ചിലും 1 2 1 1 2. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. 1 2
സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും 1 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഫോർത്ത് റൗണ്ട് 2 1 1 2 1 1 അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത്. തേർഡ് റൗണ്ട് 2 1 1 2 1 1. നെക്സ്റ്റ് 2. ഇതേ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് ഫോർത്ത് റൗണ്ട് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ 2 1 വരെ ചെയ്ത് ഇനി ഒരു 1 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യേണ്ടതുണ്ട് നെക്സ്റ്റ് ചെയിനിൽ. ഇപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട് നമുക്ക് 2 1 1. ഇനി നമ്മൾക്കത് ജോയിൻറ്റ് ചെയ്യണം. അപ്പം അതിനെ വെളിയിൽ കൊണ്ടുവന്നിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾക്ക് ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് വെളിയിലെ സ്ട്രിപ്പിനെ കൊണ്ടുവന്നിട്ട് സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ചെയിനും കൂടി ചെയ്യുക. അപ്പോൾ നമുക്കൊരു 1 ഡബിൾ ക്രോഷ്യ ആയി. സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ കൂടി. അപ്പോൾ നമ്മൾക്ക് 2 ഡബിൾ ക്രോഷ്യ ആവും. സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും 2 ഡബിൾ ക്രോഷ്യയാണ് സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 ആണ്. ഇപ്പോൾ ഫിഫ്ത്ത് റൗണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഫിഫ്ത്ത് റൗണ്ട് 2 1 1 1 2 അങ്ങനെയാണ്. ഫിഫ്ത്ത് റൗണ്ടിൽ നമുക്ക് 1ൻ്റെ 3 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഫിഫ്ത്ത് റൗണ്ട് 2 1 1 1 2 അങ്ങനെയാണ്. ഫോർത്ത് റൗണ്ട് നമ്മൾ 2 1 1 2 1 1 ആയിരുന്നു. ഫിഫ്ത്ത് റൗണ്ട് 2 1 1 1 2 അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഫിഫ്ത്ത് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ടു 1 1 1 2 അങ്ങനെയായിരുന്നു നമ്മൾ ഫിഫ്ത്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ 1ൻ്റെ തന്നെ 3 വരുന്നുണ്ട് നമുക്ക്. ശേഷം ഇതേ രീതിയിൽ നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്ത് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ചെയിനും കൂടി കൊടുത്തിട്ട് നെക്സ്റ്റ് നമ്മൾ ഇതേ രീതിയിൽ നമ്മൾക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സിക്സ്ത് റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സിക്സ്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് 1ൻ്റെ 4 വെച്ച് ചെയ്യാൻ നൂലിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ക്ലോത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങ് ഇടുങ്ങി വരും, നല്ല ലൂസായിട്ട് കിടക്കില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ 2 1 1 ചെയ്യുകയാണ്. ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിൽ 1, അടുത്ത സ്റ്റിച്ച് 1. വീണ്ടും നമ്മൾ ആ ബ്ലൂവിൻ്റെ തേർഡ് റൗണ്ട് ചെയ്ത മാതിരി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്കത് ലൂസായിട്ട് കിടക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 2 1 1 2 1 1 ആണ് വീണ്ടും ചെയ്യുന്നത്. നമ്മൾ ആ ബ്ലൂവിൽ തേർഡ് റൗണ്ട് ചെയ്ത മാതിരി തന്നെയാണ് സിക്സ്ത് റൗണ്ട് ചെയ്യുന്നത്. തേർഡ് റൗണ്ടിൻ്റെ സെയിം പ്രോസസ്സാണ്, അതേ മെത്തേഡിൽ ചെയ്താൽ മതിയാകും. 2 1 1 2 ആ തേർഡ് റൗണ്ടിൽ ചെയ്ത പോലെ തന്നെയാണ് ബ്ലൂവിൻ്റെ. അവിടെ നമ്മൾ 2 1 1 2 ആണ് ചെയ്ത് അതേപോലെ തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്.
അവിടെ നമ്മൾക്ക് 1ൻ്റെ കൂടിയാണ് വരേണ്ടുന്നത്. ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് 2 ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, അങ്ങനെയാണ് 2 1 1 2 6th റൗണ്ട് അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1ൻ്റെ നമ്മൾ 2 എടുത്തേ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് കളർ ജോയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ 7th റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ നെക്സ്റ്റ് കളർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ സിംഗിൾ ക്രോഷ്യ പോലെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സെയിം സ്റ്റിച്ചിൽ തന്നെ ഹൂക്ക് ഇൻസെർട്ട് ചെയ്ത് വെളിയിലത്തെ സ്ട്രിപ്പിനെ കൊണ്ടുവരിക. എന്നിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ചെയ്യുക. 1 ചെയിൻ സ്റ്റിച്ച് കൂടി ചെയ്തിട്ട് സെയിം സ്റ്റിച്ചിൽ 1 ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റിച്ചിലും 1 ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റിച്ചിലും 1 ആണ്. അപ്പോൾ 1ൻ്റെ തന്നെ 3 എണ്ണമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. 2 1 1 1 2. ഇതേ മെത്തേഡിലാണ് 7th റൗണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 3 സ്റ്റിച്ചിൽ 1 വീതം ചെയ്യണം. സ്റ്റാർട്ടിങ്ങിൽ 2. അപ്പോൾ നമുക്ക് 7th റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. 2 1 1 1. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആയിട്ടുണ്ട് എല്ലാ സ്റ്റിച്ചിലും. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് സ്റ്റിച്ചിൽ കൊണ്ടുപോയി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് അവിടെ തന്നെ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇതേ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഹൂക്ക് കടത്തിയിട്ട് വെളിയിലത്തെ സ്ട്രിപ്പിനെ കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കളർ വെച്ച് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് കളർ നമ്മൾ ജോയിൻറ്റ് ചെയ്തു. അത് നല്ല ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 8th റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോറി 7th റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 8th റൗണ്ട് 2 1 1 1 1 അങ്ങനെയാണ്. ഇപ്പോൾ 1ൻ്റെ തന്നെ 4 എണ്ണമാണ് വരുന്നത്. 8th റൗണ്ടാണ്. 8th റൗണ്ട് 1ൻ്റെ 4 എണ്ണമാണ്. ഇനി നമുക്ക് അടുത്ത സ്ട്രിപ്പ് ജോയിൻറ്റ് ചെയ്യാം. എയ്ത്ത് റൗണ്ട് 2 ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ നെക്സ്റ്റ് സ്റ്റിച്ച് 1 ഡബിൾ ക്രോഷ്യ നെക്സ്റ്റ് സ്റ്റിച്ച് 1 ഡബിൾ ക്രോഷ്യ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ. അപ്പോൾ 1ൻ്റെ തന്നെ നമുക്ക് എയ്ത്ത് റൗണ്ടിൽ 4 സ്റ്റിച്ചിൽ ചെയ്യണം 1ൻ്റെ. അപ്പോൾ 2 1 1 1 1 2 അങ്ങനെയാണ് എയ്ത്ത് റൗണ്ട്. ഇപ്പം നൂലിൻ്റെ ക്ലോത്തിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും നല്ല ലൂസായിട്ട് കിടക്കുന്നതും ചിലത് നമ്മൾ കൂടെ മാതിരിയൊക്കെ വരും. അതുകൊണ്ടാണ് ഇടയ്ക്ക് നിങ്ങൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പിന്നെ ഇതേ മെത്തേഡിലല്ലാതെ തന്നെ എക്സ്ട്രാ 2 ചെയിൻ സ്റ്റിച്ചൊക്കെ ഇടയ്ക്ക് കൊടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 1ൻ്റെ 4 എടുത്താണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ
ഇപ്പോൾ 8 റൗണ്ട് ഇതേ രീതിയിലാണ് ചെയ്യുന്നത്. 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 4 സ്റ്റിച്ചിൽ 4 ഡബിൾ ക്രോഷ്യ 1 വീതം. ഇപ്പോൾ 4 ഇടത്താണ് നമ്മൾക്ക് 1 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യേണ്ടത്. ഇപ്പോൾ 2 1 1 1 1 2 അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾക്കതിന് ഇത് ജോയിൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇനി ഒരു കളറൂടെ കൊടുക്കുകയാണ്. നെക്സ്റ്റ് കളറും കൂടെ കൊടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ എല്ലാ സ്റ്റിച്ചിലും 1 ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ 1 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുമ്പോൾ ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്നില്ല, ഫ്ലാറ്റായി കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ 2 ഡബിൾ ക്രോഷ്യ വീതമൊക്കെ കൊടുത്ത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എല്ലാ സ്റ്റിച്ചിലും 1 ഡബിൾ ക്രോഷ്യ വീതം കൊടുത്താണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്ലോത്തിൻ്റെ കട്ട് തിക്നെസ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയൊക്കെ കൊടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് 2 സ്റ്റിച്ച് വീതം കൊടുത്ത് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇത് കുട്ടമാതിരിയൊക്കെ അങ്ങ് വരും. ഇപ്പോൾ ഡോർമാറ്റിന് നമുക്ക് ഇത്തിരി നല്ല ഇതായിട്ട് കിടക്കണം, ഇത്തിരി ലൂസായിട്ട് കിടക്കണം നമുക്ക്, ഇല്ലെങ്കിൽ അങ്ങനെ ഇടുങ്ങി വരരുത്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഈ പ്രോസസ്സ് മാറ്റിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് 2 കൊടുത്ത് ചെയ്യാവുന്നതാണ്. 2 ഡബിൾ ക്രോഷ്യ വീതം കൊടുത്ത് ചെയ്യാം. ഇപ്പം നമ്മൾ പഴയ തുണികൾ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾക്കത് ചെറിയ ഹൂക്ക് വെച്ചിട്ട് ആ സ്ട്രിപ്പിനെ കൊണ്ടുവന്ന് ഒരു കെട്ട് കൊടുക്കാം. കെട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഇൻസൈഡിലോട്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അങ്ങനെ ഓരോ പീസും ഇപ്പം ഞാൻ ഓരോന്നും എടുത്തൊന്ന് കെട്ട് കൊടുക്കുന്നുണ്ട്. കെട്ട് കൊടുത്തതിന് ശേഷമാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് ഒരു നോട്ട് കൊടുക്കുക. കെട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ സ്ട്രിപ്പം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇപ്പം നമ്മൾ ഊളൻ ത്രെഡ് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെയൊക്കെ പല റൗണ്ട് നമ്മുടെ ഡിസൈനൊക്കെ നമുക്ക് ടേബിൾ മാറ്റായിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ക്രോഷ്യ ഹൂക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഡോർമാറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്നെസ് ഡോർമാറ്റിന് വേണമെങ്കിൽ 2 ഇഞ്ച് ഒക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ 12 ഡബിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് 24 ഡബിൾ ക്രോഷ്യയാണ്. എല്ലാ സ്റ്റിച്ചിലും 2 വീതം. നെക്സ്റ്റ് നമ്മൾ തേർഡ് റൗണ്ട് 2 1 2 1 അങ്ങനെ ആയിരുന്നു. ഫോർത്ത് റൗണ്ട് 2 1 1 2 1 1 ആണ്. ഫിഫ്ത്ത് റൗണ്ട് 2 1 1 1 2 അങ്ങനെയാണ്. സിക്സ്ത് റൗണ്ട് വീണ്ടും നമ്മൾ 2 1 1 എടുത്തിട്ടുള്ളൂ, കാരണം നമുക്കങ്ങനെ ഇടുങ്ങി വരുന്നു ഡോർമാറ്റ്. അതുകൊണ്ട് വീണ്ടും ഞാൻ 2 1 1 എടുത്തു. സെവൻത്ത് റൗണ്ട് 2 1 1 1 2 ആണ്. എയ്ത്ത് റൗണ്ട് 2 1 1 1 1. അപ്പോൾ 4 1 വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് റൗണ്ട് ബ്ലൂ 1 ഡബിൾ ക്രോഷ്യ വീതം. ഇടയ്ക്കൊക്കെ 2 എടുത്ത് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ കിടക്കത്തില്ല. ഇപ്പോൾ നല്ലൊരു ഡോർമാറ്റാണ്. ഇതേ രീതിയിൽ വലിപ്പമുള്ളതും ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു.